കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ആ വണ്ടി വന്നു. മോൻ അമ്മയെ വിളിച്ചോണ്ട് വാ. ശരി പപ്പാ. ജോർജ് ചേട്ടാ പോവാ. ആ ഓടാ. ശരി. കേറ്. ആ കേറി. വാ. നമ്മുടെ പ്രധാന തിരുനാളിൻ്റെ മാഹി പിള്ളത്തിരക്കൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. നീ ഇപ്രാവശ്യം പോയായിരുന്നോ? ആ പോകേണ്ടി വന്നു ജോർജ് ചേട്ടാ. നമ്മുടെ വർഗീസേട്ടൻ്റെ മോനില്ലേ, അവർ ഗൾഫിൽ നിന്ന് വന്നില്ലായിരുന്നു. ഞാൻ അവരെയും കൊണ്ട് പോയായിരുന്നു. അമ്മ നമ്മൾ എന്തിനാ മാഹിൽ പോന്നത്? നമ്മള് മാഹിയില് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാളാഘോഷത്തിൽ പങ്കുചേരാൻ പോവുകയാണ്. ഒപ്പം മോനെ അമ്മയ്ക്ക് അടിമ വെക്കുകയും വേണം. അടിമയാക്കോ? അപ്പം ഞാൻ നിങ്ങളെ കൂടെ വരൂല. അടിമ വെക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് മോനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നാണ് അർത്ഥം. പിന്നെ മോന്റെ എല്ലാ കാര്യങ്ങളും അമ്മ നോക്കിക്കൊള്ളും. ഞങ്ങള് മോന്റെ അപ്പായും അമ്മയും ആയിരിക്കുമെന്ന് മാത്രം. എനിക്കൊന്നും മനസ്സിലായില്ലേ? മോനൊന്നും മനസ്സിലാക്കാൻ പ്രായമായില്ല. കുറച്ചുകൂടെ വലുതാവുമ്പം എല്ലാം മനസ്സിലാവും. ശരി, അപ്പോൾ ആരാ എനിക്ക് പബിൾസ് വാങ്ങി തരുവാ? അമ്മ ത്രേസ്യയാണോ അല്ലെങ്കിൽ പപ്പയാണോ? നീ നല്ലൊരു ഭക്തിഗാനോട് കേൾക്കട്ടെ. ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യടിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മ ത്രേസ്യേ. ദൂരെ 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 അങ്ങാവിലായിൽ നിന്നും മയ്യടിക്കരെ വന്നു വാഴും വിശുദ്ധ അമ്മ ത്രേസ്യേ. മാഹി ഇവിടെ പള്ളിയുടെ മുമ്പിൽ പാർക്കിംഗ് ഇല്ല. നിങ്ങളൊരു 5 മിനിറ്റ് അങ്ങോട്ട് നടക്കുകയാണെങ്കിൽ പള്ളിയിലെത്തും. ഞാനപ്പോഴത്തേക്ക് ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് വന്നേക്കാം. പപ്പ, എനിക്കൊരു ബലൂൺ വേണം. അവിടെയുണ്ട്. പത്തല്ലേ? ആ എടി മോൻ തിടി. മോൻ നിങ്ങളടുത്തല്ലായിരുന്നോ? എടി നിന്റെ അടുത്തല്ലായിരുന്നോ കൊച്ചു തിടി? ഈശോയെ, നിങ്ങളടുത്തല്ലായിരുന്നോ മോൻ അതുവരെ ഉണ്ടായിരുന്നത്? എവിടെ പോയി?
നീ എന്താ ഇവിടെ? ഒന്നുമില്ല. വാ വാ. മോന്റെ അമ്മ എന്തി? അതാ മോന്റെ പപ്പയോ? ആ വാ. നീ പേടിച്ചു പോയോ മോനെ? അമ്മയല്ലേ പറഞ്ഞത് അമ്മ ത്രേസ്യ നോക്കിക്കോളൂന്ന്. അതുകൊണ്ടാ ഞാൻ അവിടെ പോയിരുന്നത്. അമ്മ ത്രേസ്യോട് ചോദിക്കാൻ. നിങ്ങൾ എന്തായാലും വരുന്ന എനിക്കറിയാം. പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? കടന്നുപോയ ദിവസം ഒരു സ്കൂളിനോട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ആ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും ബന്ധപ്പെട്ട പ്രശ്നത്തോട് ബന്ധപ്പെട്ട അപ്പനും അമ്മയും എന്നെ കാണാൻ വന്നു. പ്രശ്നം കുട്ടിയുടേതാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ അനുസരണക്കേടിൻ്റെ പേരിൽ ഹെഡ് മാസ്റ്റർ ശിക്ഷിച്ചു. അത്തരത്തിൽ ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഹെഡ് മാസ്റ്റർ വിളിച്ചു വരുത്തി അവരുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. ഈ അപ്പനും അമ്മയും വലിയ ഖേദത്തോടെ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛാ, അവൻ ഞങ്ങളുടെ കൈവിട്ടു പോയി. അതുകൊണ്ട് ഈ സാർ ചെയ്തത് നല്ല കാര്യമാണ്. ഞങ്ങളുടെ കൈവിട്ടു പോയ ഈ കുഞ്ഞിനെ സാറിനെങ്കിലും സ്വാധീനിക്കാനും തിരുത്താനും സാധിക്കുന്നുണ്ടല്ലോ. ഈ മാതാപിതാക്കൾ പറയുന്നത് പോലെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ അല്ലെങ്കിൽ ഞങ്ങളുടെ മക്കൾ കൈവിട്ടുപോയി എന്ന് പറയുന്ന മാതാപിതാക്കൾ ഇന്ന് ഒത്തിരിയുണ്ട്. ഞാനത് പറയുമ്പോൾ ഓർക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു സന്ദർഭമാണ്. 12ാം വയസ്സിൽ ഉണ്ണിയേശു മറിയത്തിനും യൗസേപ്പിനും നഷ്ടപ്പെടുന്ന അവസ്ഥ, തിരക്കിനിടയിൽപ്പെട്ട് കൈവിട്ടു പോകുന്ന അവസ്ഥ, കൂടെ ഉള്ള ആളുകളോടൊപ്പം ഉണ്ണീശോ കാണുമെന്നവർ ചിന്തിച്ച് മുമ്പോട്ട് പോയി ഏറെ ദൂരം. പക്ഷേ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു, മകൻ യേശു കൂടെയില്ല. അവർ ആധിയോടെ വ്യാധിയോടെ അന്വേഷിച്ചു പോകുന്നു. അന്വേഷിച്ചവർ കണ്ടെത്തുമ്പോൾ വലിയ സന്തോഷമുണ്ടാകുന്നു. മറിയം പുത്രനോട് ചോദിക്കുന്നുണ്ട്, മകനെ, നീ എവിടെ ആയിരുന്നു? ഞാനും നിൻ്റെ പിതാവും കൂടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. ഞാൻ പറയും, ഈ മറിയത്തെ സംബന്ധിച്ചിടത്തോളം യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം ദുഃഖമുണ്ടായെങ്കിലും പിന്നീടൊരു സന്തോഷമുണ്ടായി മകനെ കണ്ടുകിട്ടിയപ്പോൾ. കാരണം അവനെ കണ്ടുകിട്ടിയത് ദേവാലയത്തിൽ വെച്ചാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് കൈവിട്ടു പോയി എന്ന് നാം പറയുമ്പോൾ പലപ്പോഴും അവർ അരുതാത്ത ഇടങ്ങളിലേക്ക്, അരുതാത്ത സാഹചര്യങ്ങളിലേക്ക് പോകുന്നു എന്നതാണ്. എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ, ഞങ്ങളുടെ മക്കൾ കൈവിട്ടു പോയി എന്ന് ഇന്ന് മാതാപിതാക്കൾ പറയുമ്പോൾ ആ മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് തന്നെയാണ്. പറയുന്നത് കേൾക്കാത്ത അവസ്ഥ, നിർബന്ധ ബുദ്ധി പിടിക്കുന്ന അവസ്ഥ, ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥ. ഇന്ന് പല കുടുംബങ്ങളിലും ഇതുണ്ട്. പൊതുവേ കുഞ്ഞുങ്ങളുടെ ശിക്ഷണത്തെക്കുറിച്ച്, അവരുടെ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ തീർച്ചയായും പറയും, ശരിയായ രൂപീകരണം കുട്ടികൾക്ക് കൊടുക്കാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഇത് എന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിൽ വരാതിരിക്കാൻ മാതാപിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട ചില മേഖലകളെക്കുറിച്ച് ഞാൻ പറയും. പരിശുദ്ധ മറിയത്തെ സംബന്ധിച്ചിടത്തോളം, യൗസേപ്പിനെ സംബന്ധിച്ചിടത്തോളം
ഈ മകൻ കൈവിട്ടു പോകുമ്പോൾ ദുഃഖമുണ്ടായെങ്കിലും അവനെ ദേവാലയത്തിൽ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു എന്നത് സന്തോഷത്തിന് കാരണമായില്ലേ? ഞാൻ പറയും, ഒരു മകനെ സംബന്ധിച്ചിടത്തോളം, മകളെ സംബന്ധിച്ചിടത്തോളം അപ്പനും അമ്മയ്ക്കും അവനും അവളും നഷ്ടപ്പെടാതിരിക്കുന്ന അവസ്ഥയുണ്ടാകണമെന്നുണ്ടെങ്കിൽ അവരെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാൻ പറ്റണം. ഒരു കുഞ്ഞിന് ജന്മം നൽകുന്ന ആ നാൾ മുതൽ ആ കുട്ടിയുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ദൈവത്തോട് ചേർത്ത് നിർത്തി ദൈവകരങ്ങളിൽ പിടിച്ചേൽപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെക്കുറിച്ച് പരിതപിക്കുമ്പോൾ അവർ പറയുന്നു, അവനും അവളും പെട്ടുപോയി. ഒരുപക്ഷെ തെറ്റായ സൗഹൃദത്തിലാവാം, ദുശ്ശീലങ്ങളിലാവാം, പെട്ടുപോയ അവസ്ഥ. ഇങ്ങനെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത സാഹചര്യങ്ങളിൽ, ബന്ധങ്ങളിൽ, കെട്ടുപാടുകളിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ജീവിത വിജയത്തിന് കാരണമാകാവുന്ന നേരായ ദിശകളിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ്. മാതാപിതാക്കൾ ആശ്രയം വയ്ക്കുന്ന കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ നേരായ ദിശകളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ ആ കുടുംബം തന്നെ തകരാറിലാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നത് വ്യക്തമല്ലേ? ഞാനിത് പറഞ്ഞു വരുമ്പോൾ മറ്റൊരു കുടുംബത്തെ ഓർക്കുകയാണ്. കുടുംബനാഥനും നാഥയും കൂടെയാണ് എന്നെ കാണാൻ വന്നത്. ഞാൻ രണ്ടുപേരോടും സംസാരിക്കുന്നതിന് മുൻപ് കുടുംബനാഥയെ മാത്രം വിളിച്ച് സംസാരിച്ചു. കുടുംബനാഥനെക്കുറിച്ച് ആക്ഷേപം. കുടുംബനാഥ പറഞ്ഞു, മകൻ തെറ്റിപ്പോയ അവസ്ഥയിലാണ് അച്ഛാ. അവനിപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കുന്നു, മദ്യം ഉപയോഗിക്കുന്നു, അനുസരണക്കേടിൻ്റെ അങ്ങേയറ്റമായി. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന അവസ്ഥ. ഞാൻ ഈ കുടുംബനാഥയോട് തന്നെ കുടുംബനാഥൻ്റെ തൊഴിലിനെക്കുറിച്ച് ചോദിച്ചു. അയാളുടെ തൊഴിലിൻ്റെ പ്രത്യേകത അനുസരിച്ച് രാത്രി ഏറെ ഇരുട്ടിയാണ് അയാൾ വീട്ടിലെത്തുന്നത്. ഞാൻ ചോദിച്ചു, കുടുംബ പ്രാർത്ഥനയുണ്ടോ കുടുംബനാഥനോടൊപ്പം? ഈ കുടുംബനാഥൻ എന്നോട് പറഞ്ഞു, അങ്ങനൊരു കാര്യമില്ല അച്ഛാ, വല്ലപ്പോഴും കുടുംബ പ്രാർത്ഥനയ്ക്ക് എത്തിയാലായി. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ സ്കൂള് വിട്ട് വീട്ടിലെത്തുമ്പോൾ കുടുംബനാഥനില്ലാത്ത അവസ്ഥ, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കുടുംബനാഥനില്ലാത്ത അവസ്ഥ. ഈ കുടുംബനാഥ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇയാൾ കയ്യിൽ പൈസ വന്നു കഴിഞ്ഞാൽ ആ പണം ചിലവാക്കി മദ്യപിക്കും. മറ്റാര് വാങ്ങിച്ചു കൊടുത്താലും മദ്യം ഉപയോഗിക്കുന്ന അവസ്ഥ. ഞാൻ പറഞ്ഞു, ഈ മകനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിവിൻ്റെ പ്രായമായി. അവനെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. കൊച്ചു പ്രായമല്ല. തൻ്റെ അപ്പൻ എന്താണ് ചെയ്യുന്നതെന്ന് അവനറിയാം. ആ അപ്പൻ ഇവന് ദുർമാതൃക നൽകിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ അമ്മ എത്ര തവണ ഇവനെ വിളിച്ചാലും അവൻ നേരായ കാര്യത്തിലേക്ക് വരണമെന്നില്ല. മക്കളെ സംബന്ധിച്ചിടത്തോളം മക്കൾ എപ്പോഴും നോക്കുന്നതും ശ്രദ്ധിക്കുന്നതും അപ്പനെയും അമ്മയുമാണ്. പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ശീലങ്ങളുടെ കാര്യത്തിൽ അപ്പൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു എന്നത് അവർ ശ്രദ്ധിക്കുന്നു. തിരിച്ചറിവാകുന്ന പ്രായം തൊട്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സദ്ഗുണങ്ങൾ പരിശീലിക്കാൻ, നല്ല ഒരു കുടുംബത്തിൻ്റെ ഭാഗമായി ജീവിക്കാനൊക്കെ ഗുരുകുല വിദ്യാഭ്യാസത്തിൽ എന്ന പോലെ ശിക്ഷണം കിട്ടേണ്ട ഒരിടമാണ് കുടുംബമെന്ന് പറയുന്നത്. ഏതെങ്കിലുമൊക്കെ പഠന പരിപാടിയിലൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 2, 3, 4, 5 വർഷമൊക്കെ പരിശീലനം നേടാം. പക്ഷേ അതിനേക്കാൾ വലിയ പരിശീലനമാണ് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞിന് കിട്ടുന്നത്, ഒരു മകനും മകൾക്കും കിട്ടുന്നത്. ഇന്ന് വൈദിക പരിശീലനം നേടുന്ന ഒരു വൈദിക വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 11 വർഷം പരിശീലനം നേടുന്നുണ്ട്. സിസ്റ്റേഴ്സ് ആകേണ്ട ആളുകൾ 6 വർഷം 7 വർഷമൊക്കെ പരിശീലനം നേടുന്നുണ്ട്. പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗമായി എന്ന് നിലകൊള്ളേണ്ടുന്ന, ഭാവിയിൽ കുടുംബത്തിന് രൂപം കൊടുക്കേണ്ടുന്ന ഒരു മകനും മകളും
തൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ പരിശീലനം നേടുകയാണ്. ഒരു ശിശു കുടുംബത്തിൽ ജനിച്ചു വളരുന്ന ആ നിമിഷം മുതൽ കുടുംബത്തെ സംബന്ധിച്ച് ഗുരുകുല വിദ്യാഭ്യാസ വഴിയിലാണ്. ഈ അപ്പൻ കാണിക്കുന്നത്, അമ്മ കാണിക്കുന്നത്, അമ്മ പറയുന്നത്, അപ്പൻ പറയുന്നത് ഒക്കെ കണ്ടും കേട്ടും ശീലിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കുടുംബനാഥയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ അപ്പൻ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ഈ മകന് അമ്മ പറയുന്ന വാക്ക്, അപ്പൻ പറയുന്ന വാക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. പ്രിയ സഹോദരരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ സ്വാധീന വലയത്തിലാകണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ കൈപ്പിടിയിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവകരങ്ങളിൽ മക്കളെ കൊടുക്കാൻ പറ്റണം. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ള ഒരു ശീലമുണ്ടായിരുന്നു, അത് പ്രത്യേകിച്ച് അമ്മമാരായിരുന്നു അക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നത്. രാവിലെ മക്കൾ, കുടുംബനാഥൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി, കുടുംബനാഥന് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു തുടങ്ങിയിരുന്നു. പ്രഭാതത്തിലെ പ്രാർത്ഥന മാത്രമല്ല, സായാഹ്നത്തിലെ പ്രാർത്ഥന മാത്രമല്ല, ആ കുടുംബനാഥ വീട്ടിലായിരിക്കുന്ന സമയമൊക്കെയും ഈ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിപ്പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് മക്കൾ ഇന്ന് നമ്മുടെ കൈപ്പിടിയിലാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവരെ ദൈവത്തിൻ്റെ കൈപ്പിടിയിലാക്കുക എന്നുള്ളത്. ദൈവത്തിൻ്റെ കൈപ്പിടിയിൽ നമ്മുടെ മക്കളെ വിട്ടുകൊടുത്താൽ ഒരു കാലത്തും അവർ അരുതാത്തതിലേക്ക് പോവില്ല. അങ്ങനെ ദൈവത്തിൻ്റെ കൈപ്പിടിയിൽ ഒരു മകനെ, മകളെ കൊടുത്തു കഴിയുമ്പോൾ അനുസരണക്കേട്ടിലേക്ക് അവർ പോവില്ല. നിത്യമായി മാതാപിതാക്കളെ അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് ഒരിക്കലും അവർക്ക് പോകാൻ പറ്റില്ല. കുടുംബത്തെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ മകനും മകൾക്കും പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈപ്പിടിയിൽ മക്കളെ കൊടുക്കാൻ പറ്റണം. മാത്രമല്ല, പഴമക്കാർ പറയുന്നത് പോലെ ചോറിനൊപ്പം ചൊല്ലും കൊടുക്കണം. ഇന്ന് മാതാപിതാക്കൾ വളർച്ചയെത്തിയ മക്കളെക്കുറിച്ച് അഭിമാനിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം മാത്രമല്ല, ജ്ഞാനം പകർന്നു നൽകിയിരുന്നു, ചോറിനൊപ്പം ചൊല്ലും കൊടുത്തിരുന്നു. നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഈ ചൊല്ലിന് ആധാരം ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വെളിപാട് തന്നെയായിരുന്നു. ഇന്ന് മക്കളെ സംബന്ധിച്ചിടത്തോളം വിവിധ ശാസ്ത്രങ്ങൾ അവർ പഠിക്കുന്നുണ്ട്, അഭ്യസിക്കുന്നുണ്ട്. പക്ഷേ ആ ശാസ്ത്ര വഴികളിലൂടെയൊക്കെ പോകുമ്പോൾ അവർ കൈവിട്ടു പോകാതിരിക്കാൻ മാതാപിതാക്കൾ കൊച്ചുപ്രായം മുതൽ അവർക്ക് ഈ ദൈവത്തിൻ്റെ ചൊല്ല് കൊടുത്തു തുടങ്ങണം. അത്തരത്തിൽ ദൈവത്തിൻ്റെ ചൊല്ല് അവൻ്റെ ധ്യാനത്തിൻ്റെ, അവൻ്റെ ആലോചനയുടെ വിഷയമായി അവൻ കൊണ്ടുപോകുമ്പോൾ ലോകത്തിൻ്റെ ആലോചനകൾ അവനെ അധികം സ്വാധീനിക്കില്ല. മക്കളെക്കുറിച്ച് അതുകൊണ്ട് നീണ്ടകാലം സന്തോഷിക്കാൻ നമുക്കിടയാകണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കൈപ്പിടിയിൽ അവരെ കൊടുക്കാം. ഒപ്പം ദൈവം എപ്പോഴും മനുഷ്യമക്കളെ തൻ്റെ കൈപ്പിടിയിലാക്കാൻ വേണ്ടി, ആ സ്വാധീന വലയത്തിൽ നിർത്താൻ വേണ്ടി ആദ്യകാലം മുതൽ കൊടുത്തിട്ടുള്ള വചനങ്ങൾ അവർക്ക് കൊടുക്കാം. എന്നെ ശ്രദ്ധിക്കുന്ന കുടുംബങ്ങളിലെ എത്ര മക്കൾക്ക് മറ്റെന്തിനേക്കാൾ ദൈവത്തിൻ്റെ ചൊല്ലുകൾ പ്രിയപ്പെട്ടതാണ്. ഇത് നമുക്കറിയാം. ദൈവവചനങ്ങളൊക്കെ ബോധപൂർവം കാണാപ്പാഠം പഠിക്കുന്ന, ദിവസത്തിൽ ഒരു തവണയെങ്കിലും സങ്കീർത്തനങ്ങൾ ഉരുവിടുന്ന മക്കളുണ്ട്. അഭിമാനകരമായ സംഗതിയാണ്. തങ്ങളുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ ദൈവവചനം എന്തു പറയുന്നു എന്ന് പരിശോധിക്കുന്ന മക്കളുണ്ട്. ഒട്ടനേകം മക്കളുണ്ട്. അഭിമാനകരമാണത്. തീർച്ചയായും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത് അവരുടെ മാതാപിതാക്കളുടെ കൂടെ ശ്രദ്ധയും ഇടപെടലും അവരുടെ വളർച്ചയിലുണ്ടായിരുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ഭാവിയിൽ മക്കളെക്കുറിച്ച് ദുഃഖിക്കാതിരിക്കാൻ, പരിതപിക്കാതിരിക്കാൻ നമുക്ക് തമ്പുരാൻ്റെ കൈപ്പിടിയിലേക്ക് മക്കളെ കൊടുക്കാം. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തമ്പുരാൻ്റെ
കരവലയത്തിൽ അവർക്ക് വ്യാപരിക്കാൻ തക്ക വിധം അവർക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. ഒപ്പം അവരുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും, അവരുടെ വളർച്ചയുടെ ഓരോ ദിവസങ്ങളിലും തമ്പുരാൻ്റെ ചൊല്ല് അവർക്ക് കൊടുക്കാം. ഇങ്ങനെയൊക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിലൊക്കെ നല്ല മാതൃക അപ്പനും അമ്മയ്ക്കും കൊടുക്കാൻ പറ്റണം. പ്രാർത്ഥിക്കണം എന്ന് മക്കളോട് പറയുമ്പോൾ ഈ കുടുംബനാഥൻ അതിന് മുൻപിലുണ്ടാവണം, കുടുംബനാഥ അതിന് മുൻപിലുണ്ടാവണം. നമുക്കറിയാമല്ലോ, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കും പോലെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ യേശു നീണ്ടനേരം പ്രാർത്ഥിച്ചിരുന്നു. ശിഷ്യരെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് അവൻ മണിക്കൂറുകൾ മലമുകളിലായിരുന്നു. തൻ്റെ ജീവിതത്തിൻ്റെ സമർപ്പണം, കാൽവരി അർപ്പണം നടത്തുന്നതിന് മുൻപ് 40 രാവും 40 പകലും അവൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മക്കളുടെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കും മുമ്പ് ഇത്തരത്തിൽ യേശുവിനെ പോലെ നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥനയിൽ ചിലവഴിക്കണമെന്നുള്ള തിരിച്ചറിവ് അവർക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ അപ്പനും അമ്മയും തന്നെ തങ്ങളുടെ ജീവിത വഴിയിൽ യേശുവിൻ്റെ ഈ മാതൃക സ്വീകരിക്കുന്ന വ്യക്തികളായിത്തീരണം. തങ്ങൾ തന്നെയും ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണെന്നും തങ്ങൾ തന്നെയും ജീവിത വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നിരന്തരം ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ തിരുവചനത്തിൻ്റെ വെളിച്ചത്തിലാണെന്നുമുള്ള ഒരു യാഥാർത്ഥ്യം തങ്ങളുടെ ജീവിതത്തിലൂടെ അപ്പനും അമ്മയും മക്കൾക്ക് പകർന്നു കൊടുത്താൽ അവരൊരിക്കലും അപ്പൻ്റെ അമ്മയുടെയും കൈപ്പിടിയിൽ നിന്ന് പോവുകയില്ല. അതുകൊണ്ട് ഈ ധ്യാനത്തിൻ്റെ സമാപനത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാം, ചിന്തിക്കാം. എൻ്റെ കുടുംബത്തിലെ മക്കൾ കൈവിട്ടു പോകാതിരിക്കാൻ തമ്പുരാൻ്റെ കരങ്ങളിൽ അവരെ കൊടുക്കാം. എൻ്റെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ തമ്പുരാൻ്റെ ചൊല്ല് അവരുടെ അധരങ്ങളിലും ഹൃദയത്തിലും ആകാൻ തക്ക വിധം ആ ചൊല്ല് അവർക്ക് പകർന്നു കൊടുക്കാം. എൻ്റെ പേര് അലക്സ്. ഞാനിവിടെ ഇങ്ങാലക്കുട ഹോസ്പിറ്റലിൽ അക്കൗണ്ട്സ് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 4 മക്കളാണ്, 3 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പാരൻറ്റിനെ കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 4 മക്കളെന്ന് പറയുന്നത് 2 പേരും വർക്കിംഗ് ആകുമ്പോൾ കുറച്ചും കൂടി ജീവിതത്തിൽ കുറച്ച് സ്ട്രഗിൾസൊക്കെ ഉണ്ടാവും. ആ സ്ട്രഗിൾസിലൂടെ മക്കളെ എങ്ങനെ വളർത്താം, അവരെങ്ങനെ ദൈവവിശ്വാസത്തിൽ വളർത്താം, ദൈവാശ്രയ പ്രവർത്തനം എങ്ങനെ വളർത്താം എന്നൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെല്ലുവിളിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യങ്ങളിൽ ഇപ്പോൾ 2 മക്കളായതിനു ശേഷം 3ാമത്തെ ഒരു മകനായി വൈഫ് ക്യാരി ചെയ്യുമ്പോൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചയും ബെഡ് റിഡൺ ആവുകയും രോഗാവസ്ഥയിൽ അപ്പച്ചന് ക്യാൻസറായിരുന്നു, അമ്മയ്ക്ക് അൽഷമേഴ്സ് ആയിരുന്നു. ഇവർ 2 പേരെയും ശുശ്രൂഷിക്കാൻ എൻ്റെ വൈഫ് ക്യാരിങ് സമയത്ത് വളരെയധികം സ്ട്രഗിൾസിലൂടെ കടന്നുപോയി. അപ്പോൾ ആ സമയത്തൊക്കെ മൂത്ത 2 മക്കളും അപ്പാപ്പനും അമ്മാമ്മയും ശുശ്രൂഷിക്കുന്നത് എങ്ങനെയാണെന്ന് അവർ കാണാനും അവർക്കതൊരു ജീവിതത്തിലേക്ക് അത് പകർത്താനും ആവുമെന്ന് ഞാനത് പ്രത്യാശിക്കുന്നു. അതുപോലെ തന്നെ ഈ മക്കളെ 3ാമത്തെ മകനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അത് അപ്പാപ്പനും അമ്മാമ്മയ്ക്കും എന്താ പറയുക വളരെയധികം സന്തോഷത്തോടുകൂടി അവരെ സ്വീകരിക്കാനുള്ള ഒരു ഇത് വന്നു. പക്ഷെ അതിന് ശേഷം 2-3 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് 4ാമത്തെ ഉണ്ണി വന്നു. അപ്പോൾ അതിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൊച്ചുങ്ങൾ കൂടുതൽ ദൈവം തരുമ്പോൾ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ആ അവസ്ഥയിൽ മറ്റുള്ളവർക്കൊരു സാക്ഷിയായിട്ട് ദൈവത്തിന് സാക്ഷിയായിട്ട് ജീവിക്കാൻ മക്കളെങ്ങനെ വളർത്താം, ദൈവം തരുന്ന ദാനത്തെ എങ്ങനെ വളർത്താം, അത് അവർക്ക് ദൈവം അവരെ അവർ സംരക്ഷിച്ചു കൊള്ളുന്ന പൂർണ്ണമായ വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് 4ാമത്തെ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിച്ചു. ആ കുഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഐശ്വര്യം തന്നെയായിരുന്നു. മാത്രമല്ല ഈ മക്കളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് അവരുടെ കളിയും ചിരിയും അവരുടെ പഠനത്തിലും അവരുടെ വിശ്വാസ ജീവിത പരിശീലനത്തിലൊക്കെ അവർ വളരെയധികം
മുന്നോട്ട് ചെയ്യാനും പരസ്പരം പങ്കുവെച്ചും പരസ്പരം തെറ്റുകൾ തിരുത്തി മക്കൾ തന്നെ അവരെ സ്വന്തമായ രീതിയിൽ അവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ചെയ്യാനും. ഇപ്പോൾ മൂത്ത മകനായാലും അവനിപ്പോൾ 6ാം ക്ലാസ്സിലാണ്. അവൻ സ്വന്തമായ രീതിയിൽ അവൻ്റെ സ്കൂൾ യൂണിഫോം ചെയ്യാനും ബാക്കിയെല്ലാം താഴെയുള്ള കുട്ടികളെ സംരക്ഷിക്കാനും അവർക്ക് യൂണിഫോമുകളൊക്കെ എടുത്ത് കൊടുക്കാനും ബാക്കിയുള്ള നമ്മൾ ടിഫിൻ കാരിയറൊക്കെ വരുമ്പോൾ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാനും ഞങ്ങളെക്കാളും കൂടുതലായിട്ട് അവരൊക്കെ സ്വന്തമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ വന്നു. എൻ്റെ പേര് ജൂലി. ഞാൻ ഇരിങ്ങാലക്കുട സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ഇടം പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് 4 മക്കൾ. ദൈവം ദാനമായി തന്ന, ശരിക്കും ഒരു ഗിഫ്റ്റായിട്ട് തന്ന 4 മക്കൾ. ഈശോയെ ഒരുപാട് നന്ദിയോടെ ഓർക്കുന്നു. പലപ്പോഴും സെക്കൻഡ് വൺ കഴിഞ്ഞ് 3ാമത്തെ ക്യാരിയിങ് ആകുമ്പോഴും അതുപോലെ തന്നെ 4ാമത്തെ ക്യാരിയിങ് ആയപ്പോഴൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, എനിക്കും ഹസ്ബൻഡിനും ഒക്കെ. ചില സമയങ്ങളിൽ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ നല്ല ബോധ്യം ഉണ്ടായിരുന്നു, ഈശോ തരുന്നെങ്കിൽ ഈശോയ്ക്ക് തന്നെ അതിനുള്ള വഴികളെല്ലാം ഒരുക്കാൻ കഴിയും. തമ്പുരാൻ അസാധ്യമായിട്ട് യാതൊന്നുമില്ല. ഈശോയുടെ ദാനമായിട്ടുള്ള മക്കളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ സ്ട്രഗിൾസിനെയും അതിൽ ഞങ്ങളെ കൂടെ നിൽക്കാനായിട്ടുള്ള ആളുകളെ ദൈവം ഒരുക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട്, ജൂലി സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ 4 പേരുടെയും കാര്യങ്ങളും ഒരുക്കിയിട്ട് നീ എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? ഞങ്ങൾക്ക് 2 പേരായിട്ട് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയാം ദൈവം എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഞങ്ങളുടെ ചേട്ടൻ്റെ കുടുംബം ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ദൈവം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. ഞങ്ങൾ ഒരുപോലെ സെറ്റിൽഡ് ആവാനായിട്ട് ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു. ഇവനെ നോക്കാനായിട്ട്, ഞങ്ങൾ 4ാമത്തെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഫുൾ ടൈം എന്താ പറയുക, ശരിക്കും ഈശോ ഞങ്ങളെ കരുതുന്നത് പോലെ തന്നെ തമ്പുരാൻ്റെ സഹായഹസ്തം ഞങ്ങൾക്കുള്ള അതേ ഫീലിംഗ് ആണ് ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ചേട്ടൻ്റെ കുടുംബം ഉള്ളതുകൊണ്ട്. ഒരിക്കലും ഒരു കാര്യങ്ങൾക്കും കുറവ് വരാതെ, അവർക്ക് 2 മക്കളാണുള്ളത്. ദൈവം ശരിക്കും ഞങ്ങളെ ഒരുക്കി, അതുപോലെ തന്നെ ഞങ്ങളെ താങ്ങി നടത്തുന്ന വലിയൊരു അനുഭവം ശരിക്കും ഞങ്ങൾക്കുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ രൂപപ്പെടുത്തി അവിടുത്തെ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നു. ദൈവമേ, പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ആകുലപ്പെടുന്നു, മക്കൾ കൈവിട്ടു പോകുന്നതിനെക്കുറിച്ച്. ഞങ്ങളുടെ കുടുംബങ്ങളിലെ മക്കൾ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ വേദനിപ്പിക്കത്തക്ക വിധം കൈവിട്ടു പോകാതിരിക്കാൻ എപ്പോഴും അവരെ തമ്പുരാൻ്റെ അവിടുത്തെ കരങ്ങളിൽ വിട്ടു നൽകാൻ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. മക്കളെക്കുറിച്ച് ആകുലപ്പെടാതിരിക്കാൻ, പിന്നീട് ദുഃഖിക്കാതിരിക്കാൻ, അവരുടെ ജീവിത വഴിയിൽ അങ്ങയുടെ ചൊല്ലുകൾ, അവിടുത്തെ വചനങ്ങൾ സ്വാധീനിക്കത്തക്ക രീതിയിൽ അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ ആ ചൊല്ലുകൾ കൈമാറിക്കൊടുക്കാൻ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് കൃപയും അനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയമേ, അവിടുത്തെ പരിശുദ്ധ ഹൃദയത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ, മക്കളെ കാക്കണമേ. തിരുഹൃദയമേ, തിരുഹൃദയമേ, ഞങ്ങളുടെ വീടിനെ കാക്കണേ. തിരുഹൃദയത്തിൽ, തവ ഹൃദയത്തിൽ ഒരു പുണ്യസൂനമായി ചേർക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.